2 ദിവസം മാത്രം പ്രായമുള്ള വിരിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ആദ്യമേ കുറച്ച് തീറ്റ ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് മുട്ടകൾ കിട്ടിയത് ഇൻക്യുബേറ്ററിൽ മാർക്ക് ചെയ്ത് കയറ്റുകയും ചെയ്യണം. അതോടൊപ്പം തന്നെ ഇൻക്യുബേറ്ററിൽ ഇരിക്കുന്ന മുട്ടകൾ എത്ര എണ്ണം വിരിയുമെന്നും നോക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ക്വാക്ക് ഫാമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ കറങ്ങി നടക്കുന്നവളെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിനകത്ത് സോഫയിൽ മുട്ടയിടാൻ വന്നിട്ട് ആളെ കണ്ടുകൊണ്ട് ഇറങ്ങി ഓടുന്നതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇദ്ദേഹം ഇവിടെ നിന്ന് അന്തസ്സായിട്ട് പണിയെടുത്ത് ജീവിക്കുകയാണെന്നല്ല, നമ്മൾ മാറാൻ വേണ്ടി ഗ്യാപ്പ് നോക്കിയിരിക്കുകയാണ് നേരെ അകത്ത് വീട്ടിലോട്ട് ഇടിച്ചു കയറാൻ. അതിനുശേഷം വൈകുന്നേരമായപ്പോഴാണ് ഇന്ന് കുറച്ച് സമയം കിട്ടിയത്. ആ സമയത്തിന് നമുക്ക് നേരെ നമ്മുടെ പിള്ളേരുടെ അടുത്തേക്ക് പോയി, അതായത് 2 ദിവസം പ്രായമായ നമ്മുടെ പിള്ളേരുടെ അടുത്തേക്ക് പോയി പഴയ പേപ്പറൊക്കെ മാറ്റി വെള്ളമൊക്കെ മാറ്റി വെള്ളത്തിൽ കുറച്ച് ഗ്ലൂക്കോസ് പൊടിയും കലക്കി അതോടൊപ്പം തന്നെ പേപ്പർ മാറ്റി നല്ല തീറ്റ എല്ലാം എടുത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പോയി 5 കിലോ സ്റ്റാർട്ടർ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. കിലോ സ്റ്റാർട്ടറിന് 45 രൂപയാണ് വില. അപ്പോൾ പല സുഹൃത്തുക്കളും പറഞ്ഞിട്ടുണ്ട് കോഴികളുടെ രോഗം വരാതിരിക്കാനുള്ള മരുന്നുകൾ എന്തൊക്കെയാണെന്നോ അതുപോലെ തന്നെ കോഴികളെ പരിപാലിക്കേണ്ട രീതികളും എങ്ങനെയൊക്കെയാണെന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ചധികം സുഹൃത്തുക്കൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ അതുപോലെ അതിൻ്റെ ഇടയിൽ പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് മെയിൻ വിശേഷമെന്ന് പറയുന്നത് ഈ കൂട്ടിൽ കിടന്ന വലിയ കുട്ടിയെ എടുത്ത് ഇദ്ദേഹത്തിനെ എടുത്ത് നമ്മൾ അപ്പുറത്തെ കൂട്ടിലേക്ക് മാറ്റിയതിന് ശേഷം കുറച്ചുകൂടെ സീനിയറായിട്ടുള്ള ആ നേരത്തെ കണ്ട കറുത്ത കുട്ടിയെ മാത്രം ഇതിലിട്ടിരുന്നു. അല്ലാത്ത പക്ഷം പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം മറ്റുള്ള കുഞ്ഞു കുട്ടികളെ ചവിട്ടി തേക്കാനുള്ള സാധ്യതയുണ്ട് തീറ്റ കിട്ടി ആർത്തി കൂടുമ്പോൾ. അതുകൊണ്ട് ഇദ്ദേഹത്തിനെ നേരെ എടുത്ത് നമ്മൾ ഇങ്ങോട്ട് പാർക്ക് ചെയ്തിട്ട് മറ്റേ അദ്ദേഹത്തിനെ ഇവരുമായിട്ടുള്ള 12 കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്വം ഏൽപ്പിച്ച് വിട്ടിട്ടുണ്ട്. എന്തായാലും നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും വളരെ ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കുകയാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇവർ നല്ല അലർട്ട്നെസ് കാണിക്കുന്നുണ്ട്. പൊതുവേ കോഴി കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ ഇവർ അലേർട്ടാണോ എന്ന് നോക്കുക എന്നുള്ളതാണ് മെയിൻ ഇവരെ ആരോഗ്യത്തിൻ്റെ അളവുകോലെന്ന് പറയുന്നത്. അതായത് പെട്ടെന്നൊരു സൗണ്ട് ഉണ്ടാക്കുമ്പോൾ ഇവർ അതിലേക്കൊന്ന് ശ്രദ്ധ ചെലുത്തുന്നുണ്ടോ എന്ന് നമുക്കറിയണം. അതോടൊപ്പം തന്നെ കൂടിൻ്റെ വൃത്തി, കുടിക്കാൻ കൊടുക്കുന്ന വെള്ളത്തിൻ്റെ വൃത്തിയൊക്കെയാണ് രോഗം വരാതിരിക്കാനുള്ള ഏറ്റവും വലിയ പ്രതിരോധ മാർഗം. അത് കഴിഞ്ഞിട്ട് മാത്രമേ മരുന്നുകൾ ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഈ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഓട്ടോമേറ്റഡ് ടൈമർ സ്വിച്ചാണ്. അതായത് നമ്മുടെ ഹീറ്റ് ബൾബ് കൃത്യമായിട്ടുള്ള സമയത്ത് ഓൺ ആകാനും ഓഫ് ആകാനും വേണ്ടിയിട്ട് നമ്മൾ വരുത്തി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്വിച്ചാണ്. നമ്മൾ ഈ ഹീറ്റ് ബൾബ് എപ്പോഴും ഓണാക്കി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ 12 13 കുഞ്ഞുങ്ങൾക്ക് വേണ്ടി 250 വാട്ട് ഹീറ്റ് ബൾബ് കത്തിച്ചിടുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അതോടൊപ്പം തന്നെ നഷ്ടവും ആയതുകൊണ്ട് അവർക്ക് അത്രയും ചൂടിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മളത് ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്ന ഒരു ടൈമറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും അതിൻ്റെ മറ്റുള്ള ടെക്നിക്കൽസിനെ പറ്റി അറിയണമെങ്കിൽ ചോദിച്ചാൽ അത് പറഞ്ഞു തരുന്നതായിരിക്കും. അങ്ങനെ എന്തായാലും നമ്മൾ ഇൻക്യുബേറ്ററിൽ, അതായത് നമ്മുടെ ബ്രൂഡറിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഗ്ലൂക്കോസ് കൂടെ കലക്കിയിട്ട് വെള്ളം കൊണ്ട് കൊടുക്കും. അപ്പോൾ ഗ്ലൂക്കോസ് വെള്ളം ഇവരെ എങ്ങനെ അഫക്റ്റ് ചെയ്യുമെന്ന് അറിയില്ല, എന്നാലും എനർജി കുറച്ച് മെയിൻറ്റെയിൻ ചെയ്ത് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ എന്തായാലും നമ്മൾ ഇവർക്ക് ഗ്ലൂക്കോസ് വെള്ളം തന്നെയാണ് കൊടുക്കുന്നത്. ഇപ്പോൾ 2 ദിവസമായിട്ട് ഇവർ പ്രോപ്പറായിട്ട് ആ കുപ്പിയിൽ നിന്ന് വെള്ളം കുടിക്കാനൊക്കെ പഠിച്ചിട്ടുണ്ട്. അതോടൊപ്പം തീറ്റകളെല്ലാം കൊത്തി തിന്നാനും പഠിച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ വളരെ സന്തോഷം തന്നെയാണ്. ഇവരെല്ലാവരും നല്ല എനർജറ്റിക് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പോകെ ഇനി സിറ്റുവേഷൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാം. അതെന്തായാലും നമുക്ക് നോക്കേണ്ട കാര്യമുണ്ട്. എന്തായാലും രോഗങ്ങൾ വരാതിരിക്കാനുള്ള ഏറ്റവും വലിയ മാർഗ്ഗം എന്ന് പറയുന്നത് കൂട് വൃത്തിയായിട്ടിരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കുടിക്കുന്ന വെള്ളവും പ്രോപ്പറായിട്ടിരിക്കുക. ഇത് രണ്ടും നമ്മൾ എല്ലാ ദിവസവും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരുവിധം കുഞ്ഞുങ്ങൾ ചത്തു പോകുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് സോൾവ് ചെയ്ത് കിട്ടും. അപ്പം കുഞ്ഞുങ്ങളുടെ കാര്യം പറയുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾ വിരിയുന്ന വിശേഷങ്ങൾ കൂടെ പറഞ്ഞുതരാം. അപ്പം നമ്മൾ ഇന്ന് കുറച്ചധികം മുട്ടകൾ, ഏകദേശം 15ഓളം മുട്ടകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഡേറ്റ് മാർക്ക് ചെയ്തിട്ട് 9 എന്നുള്ള ഡേറ്റ് മാർക്ക് ചെയ്തിട്ട് ഇന്ന് കയറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഇടത്തെ കയ്യിൽ എഴുതിയതുകൊണ്ടാണ് ഈ 9 കണ്ടിട്ട് വേറെന്തോ പോലെയൊക്കെ ഇരിക്കുന്നത്. ശരിക്കും 9 എന്നാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ആ കണ്ട 2 മുട്ടകളും വിരിയാനുള്ള സാധ്യത കുറവാണ്. എന്നിരുന്നാലും നമ്മൾ ആ 2 എണ്ണം മാത്രം മാറ്റി വെച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ലാത്തതുകൊണ്ട് അതും കൂടെ നമ്മൾ ചാൻസിന് വേണ്ടി ഇൻക്യുബേറ്ററിൽ വെക്കുകയാണ്. അതോടൊപ്പം തന്നെ അത് ഡൗട്ട് ഉണ്ടെന്നുള്ള രീതിയിൽ ഒരു എക്സ് മാർക്ക് ചെയ്തിടുകയാണ്. ആദ്യമേ ഡൗട്ടിൻ്റെ D ആണ് എഴുതാൻ നോക്കിയത്, പക്ഷേ ഒരു കയ്യിൽ മാത്രം പിടിച്ചുകൊണ്ട് എഴുതാതിരിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഒരു എക്സ് മാർക്ക് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ അതിനകത്ത് എത്രത്തോളം കുഞ്ഞുങ്ങൾ ഡെവലപ്മെൻറ്റ് ഉണ്ടെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഏകദേശം 5 ദിവസത്തിനുള്ളിലുള്ള വീഡിയോയിൽ കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെൻറ്റ് കാണാം. അപ്പോൾ കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെൻറ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ മുന്നേ വെച്ചിരിക്കുന്ന മുട്ടയിനകത്ത് ലൈറ്റ് അടിച്ച് നോക്കുകയാണ്. ശരിക്കും ഇതിനെ ക്യാൻഡിലിംഗ് പ്രോസസ്സ് എന്നാണ് പറയുന്നത്. ലൈറ്റ് അടിച്ച് നോക്കുമ്പോൾ അതിനകത്ത് കുഞ്ഞിൻ്റെ അനക്കം ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ശരിക്കും ഇത് ഫോണിലൂടെ കാണുമ്പോൾ കുറച്ചൊരു ക്ലാരിറ്റി കുറവായിരിക്കും. കാര്യം രാത്രിയാണ് നമ്മൾ ലൈറ്റ് അടിച്ച് നോക്കുന്നത് കൊണ്ട് തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഫോണിലൂടെയോ യൂട്യൂബിലൂടെയോ നിങ്ങൾ കാണാൻ പറ്റില്ലെങ്കിൽ നേരിട്ട് നമ്മളിത് ചെയ്തു നോക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാവുന്നതാണ്. 5 ദിവസത്തിൽ കൂടുതലായിട്ടുള്ള മുട്ടകൾ ഉപയോഗിച്ച് ഇൻക്യുബേറ്ററിൽ നിന്ന് എടുത്ത് നമ്മളിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏറെക്കുറെ എല്ലാം കാണാവുന്നതാണ്. കൂടിപ്പോയാൽ 7 ദിവസം വരെ പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ കുറേ മുട്ടകൾ ചെക്ക് ചെയ്തിട്ട് ഒരു മുട്ടയിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉദാഹരണം നമുക്ക് വീണ് കിട്ടിയിട്ടുണ്ട്. ഈ മുട്ട നോക്കിക്കഴിഞ്ഞാൽ അതിൽ വളരെ ഫൈനായിട്ട് വേരുകൾ പോലെ എന്തൊക്കെയോ ഓടുന്നത് കാണാം. അത് നമ്മുടെ കുഞ്ഞിൻ്റെ ഡെവലപ്മെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് കുഞ്ഞുണ്ടെന്ന് തന്നെയാണ് അർത്ഥം. ഈ മുട്ടകളിലൊന്നും കുഞ്ഞില്ല. അപ്പോൾ മിക്കവാറും നമ്മുടെ അടുത്ത ബാച്ചിൽ വിരിയാൻ പോകുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം വളരെ 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 കുറവായിരിക്കും. അതിനകത്ത് വലിയൊരു സങ്കടമുണ്ടെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് വീണ്ടും നമ്മൾ നമ്മുടെ ഇൻക്യുബേറ്റർ പരിപാടികളും എല്ലാമായിട്ട് മുന്നോട്ട് തന്നെ പോവുകയാണ്.
കഴിഞ്ഞൊരു വീഡിയോ കണ്ടിട്ട് ഒരു സുഹൃത്ത് ചോദിച്ചിരുന്നു എന്തിനാണ് മുട്ടകളുടെ മുകളിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതെന്ന്. ശരിക്കും നമ്മുടെ മുട്ടകൾ വിരിയണമെങ്കിൽ ഏകദേശം 18 ദിവസത്തോളം 60% ഹ്യൂമിഡിറ്റിയും അതോടൊപ്പം തന്നെ അതിന് ശേഷം 90% ഹ്യൂമിഡിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അകത്തിരിക്കുന്ന കുഞ്ഞിന് പുറത്തേക്ക് പൊട്ടിച്ച് വരാൻ പറ്റുള്ളൂ. പക്ഷേ ചില സമയത്തൊക്കെ നമ്മുടെ എയറിൻ്റെ ടെമ്പറേച്ചർ മാറുകയും അതോടൊപ്പം തന്നെ ഹ്യൂമിഡിറ്റി മാറുകയും ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഇൻക്യുബേറ്ററിലെയും ഹ്യൂമിഡിറ്റി മാറും, അതായത് വെള്ളം ഡ്രൈ ആയി പോകും. അപ്പോൾ അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാനും ഹ്യൂമിഡിറ്റി കൂട്ടിക്കിട്ടാനുമാണ് നമ്മൾ ഡയറക്റ്റ് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് മുട്ട കളക്ട് ചെയ്യാൻ പോയപ്പോൾ അവിടെ ഇരട്ട കുട്ടികളെ പോലെ ഇരിക്കുന്ന 2 പിള്ളേരെയാണ് നമ്മൾ കണ്ടത്. മുട്ട എടുത്തില്ല. അടുത്ത വിശേഷമായി വീണ്ടും കാണുന്നവരെ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി. താങ്ക് യു സോ മച്ച്.